വാമപ്പ് ചെയ്തില്ലേ ഒരു സുഖമില്ലടാ. അതാ സർവീസ് ചെയ്യട്ടെ, ഫാസ്റ്റ് സർവീസ്. അതിനടുപ്പം ലോങ് ആണേ. ഓ എന്തോ ലോങ്ങാ ദേണ്ട. ഇനി എന്റെ ഒരു പെനാൽറ്റി. അടുത്തത് വേറെ ഇന്റർനാഷണൽ ഷോട്ടാണ്. അതങ്ങനെ എറണാകുളത്താണ് താമസം. എങ്ങനെ മനസ്സിലായി? കൊതുകിനെ കൊല്ലുന്നുണ്ട്. ടയേർഡായി, ക്ഷീണിച്ചോ? ക്ഷീണിച്ച്. എന്നാ പിന്നെ ഇനി വിശ്രമിച്ചിട്ട് മുന്നോട്ട് പോയാ പോരെ. ക്ഷീണം തോന്നി അത് പറയണോ ആദ്യം? ഓ ഇന്ന് നമ്മളൊരു 10 മിനിറ്റ് കൂടുതൽ കളിച്ചെന്ന് തോന്നൂല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കളിക്കുന്ന നമ്മളിങ്ങനെ? ശബ്ദം ഉണ്ടാക്കി കളിക്കുന്നത് പറഞ്ഞാൽ ഇതിന്റെ താഴെ ഒരു വീടുണ്ട്. എന്റെ ഭാര്യയുടെ കൂട്ടുകാരി അവിടെയാണ് താമസം. അവളല്ലേ പറഞ്ഞു കൊടുക്കൂ, യുവമാർ ഇവിടെ ചുമ്മാതെ കസേരയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ശബ്ദം കേൾക്കുമ്പോ അവർ വിചാരിക്കും ഇവിടെ പൊരിഞ്ഞ കളി നടക്കുകയാണെന്ന്. ഓഡിയോ മാത്രം, വീഡിയോ ഇല്ല. വീഡിയോ ഇല്ല. ഓഡിയോ കേട്ട് മനസ്സിലാക്കട്ടെ. വേറൊരു കാര്യമുണ്ട്. എന്താ പറ്റി? ഇത് കണ്ട എന്താ എന്തോരം കഷ്ടപ്പാട് അനുഭവിക്കുന്ന സാധനമല്ലേ ഇത്? അതെന്തോ അങ്ങനെ പറഞ്ഞ അടി കിട്ടുന്നു. ചന്തിക്കെട്ടിങ്ങനെ അടി കിട്ടുമ്പോ അവിടെ വന്ന് വീണ്ടും അവിടത്തെ ഇവിടുന്നും ചന്തിക്ക് അടി കിട്ടി അങ്ങോട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് കഷ്ടമല്ലേ എന്റെ കാര്യം? ഭയങ്കര കഷ്ടമാണ്. ഇതിനേക്കാൾ കഷ്ടമാണ് എന്റെ കാര്യം. എന്റെ ഭാര്യയുടെ എന്റെ അമ്മയുടെ ഇടയ്ക്കും കിടന്ന് ചന്തിക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്തോരം എവിടൊക്കെയാ മേടിച്ച് കിട്ടുന്നതെന്ന് നിനക്കറിയാമോ? ഇതിനേക്കാൾ കഷ്ടമാണ് എന്റെ അവസ്ഥ. എന്റെ ഭാര്യക്ക് എന്നെ ചെറുതായിട്ട് സംശയമുണ്ട്. പൊക്കിയോ? എന്നെ കൂടെ കാണിക്ക ആളാരാ? അതല്ല പിന്നെ ഞാനിവിടെ വന്നിട്ടേ വീർക്കാതെ തിരിച്ചു പോകുന്നു അവള് പറയുക. ആര് പറഞ്ഞു വീർക്കുന്നില്ല എന്ന്? ഇന്നലെ കണ്ടതുപോലല്ല, നീ ഇന്ന് നന്നായിട്ട് വീർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഒരു മത്തങ്ങ ബലൂണിനേക്കാളും നീ വീർത്തിട്ടുണ്ട്. വീർക്കുന്നില്ലെന്നല്ല പറഞ്ഞത്, പിന്നെ വീർക്കുന്നില്ല. ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വീർക്കുന്നില്ല. അതിന് ബുദ്ധി വേണം, ബുദ്ധി. നീ കണ്ടാ പൈപ്പ് കണ്ട? പൈപ്പ് ഞാൻ ഇവിടുന്ന് കളി കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ പൈപ്പിന്റെ ചെട്ടി ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെയൊക്കെ ദേഹത്ത് മൊത്തം തളിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. അവൾ കാണുമ്പോ വിചാരിക്കും ഞാൻ കളിച്ച് ക്ഷീണിച്ച് വീർത്ത് കുളിച്ച് വരികയാണെന്ന്. ബുദ്ധിമാനെ, ബുദ്ധി പ്രയോഗിക്കണം. പിന്നെ ഈ ബുദ്ധി നിന്റെ ഭാര്യയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഞാനാണിത് പറഞ്ഞു തന്നൊന്നും നീ പറയരുത്. നിന്റെ ഭാര്യ വന്ന് എന്നെ തെറി വിളിക്കും. അവിടെ മുമ്പിൽ നിന്ന് ഞാൻ വെട്ടി വീർക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഇത് ഷട്ടിലാണോ അതോ കരോട്ടയാണോ? അല്ല, ജാക്കിച്ചാന്റെ വായിന്ന് വരുന്ന സൗണ്ടൊക്കെ നിങ്ങളുടെ വായിന്ന് വരുന്നത്? അത് ഈ ബ്രീത്ത് എന്ന് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഒരു പവർ കിട്ടുന്നു. ഓ അത് ശരി. അശ്വന്തേ കോക്ക് എടുത്തുകൂടെ? അശ്വന്ത് കോക്കല്ല, അശ്വന്തേ ആ കോക്ക് എടുത്തു കൊടുക്ക. ഇന്നലത്തെ കോക്ക കൊക്കും കൊളക്കോഴിയൊന്നും അല്ലത്. തൂവലുണ്ടെന്നേ ഉള്ളു, അത് കൊക്കല്ല. ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഞാനും പേടിച്ചു പോയി. ഇവൻ എന്നെ കളിക്കാൻ വല്ലതും വിളിക്കുവോന്ന് കോക്ക് തിരക്കിയപ്പോ. ഇതിടുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അങ്ങനെ കടിച്ചു മുറുകിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ ഇന്ന് കൊറേ നേരമായി വിശ്രമം തുടങ്ങിയിട്ട്? കൊറേ നേരം ആയോ വിശ്രമം? ചോദിക്കട്ടെ, ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇപ്പൊ എത്ര 1.5 ആഴ്ച അല്ലേ? 1.5 ആഴ്ച. വയറ് ചാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മാസം കഴിയുമ്പോ താടി ഇവനിങ്ങനെ വരും. വളർത്തി ഞാൻ വലുതാ. അതാണ് ഞങ്ങളുടെ ക്ലബിന്റെ ഒരു ഗുണം. ഇന്നലെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറയാണേ, ഡെയിലി വന്ന് ഷട്ടിൽ കളിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയെന്ന് പറഞ്ഞു. എന്റെ ഭാര്യ ചുമ്മാതാ. അങ്ങനെയാണെങ്കിൽ പി വി സിന്ധുവിന് കൊളസ്ട്രോൾ പറയണ്ടേ? പി വി സിന്ധുവിന് കൊളസ്ട്രോൾ ഉണ്ടോ? പി വി സിന്ധുവിന് കൊളസ്ട്രോൾ ഉണ്ടോ? പി വി സിന്ധു അവര് കൊളസ്ട്രോൾ കുറയാനാണ് ഇത് കളിക്കുന്നത്. അല്ല, ഈ പി വി സിന്ധു ഏതാണ്? പി വി സിന്ധുവിനെ അറിയത്തില്ലേ? പി ടി ഉഷയുടെ സഹോദരി. അങ്ങനെ ബന്ധമുണ്ടോ അവര് തമ്മിൽ? ഉണ്ട്.
ഉണ്ടല്ലേ? ആ ഉണ്ട്. അത് അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞു അങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഡോക്ടർ പറഞ്ഞ വേറെയാണ്. എന്താണ്? എനിക്ക് വൈറ്റമിൻസിന്റെ കുറവാന്ന് പറഞ്ഞു. നിനക്ക് വൈറ്റമിൻസിന്റെ കുറവ്. ഏതൊക്കെ? ABC കുറവാണ്. ABCയോ? ABCയോ? A for apple, B for beetroot, C for cat. കാറ്റോ? ക്യാരറ്റ്. ക്യാരറ്റ്. ആ എന്റെ അടാവേ, ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ ചന്തയിൽ ചെന്നു. ഈ ഫ്രൂട്ട്സിനും ഈ പച്ചക്കറിക്കൊക്കെ എന്നാ വിലയാ. ഞാൻ അപ്പുറത്തെ കട ചെന്നിട്ട് 2.5 കിലോ ചിക്കനും ഒരു 2 കിലോ കപ്പയും മേടിച്ചിട്ട് ഒരു പെരട്ടൻ കപ്പ അങ്ങോട്ടാക്കി കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് വെട്ടി അടിച്ചിട്ട് ഇത്ര ആക്കിയാ അപ്പൊ ഏറ്റവും ഇസഡ് വരെയുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ വിഷമിക്കേണ്ട കേസില്ലല്ലോ. ഇല്ല, നമുക്ക് തുടങ്ങാം. ഈ ഡോക്ടർമാർ പറയുന്നൊന്നും അങ്ങനെ വിശ്വസിച്ചുകൂടാ. എന്റെ വീടിനടുത്തൊരു പയ്യന് അവൻ എന്തോ ഒരു അസ്വസ്ഥത വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. നശിപ്പിക്കുവോ അത്? ഇല്ല. അവൻ എന്തോ ഒരു അസ്വസ്ഥത വന്നിട്ട് ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പൊ ഡോക്ടർ അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു നാര് ചേർന്ന ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. നാരുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. എല്ലടാ അവൻ വീട്ടിലോട്ട് വന്നിട്ട് 2 തേങ്ങയുടെ തൊണ്ട് ചതച്ചാന്ന് അങ്ങ് തിന്നു. എന്നിട്ടെന്തോ ഇവിടുന്ന് ഇങ്ങോട്ടുമില്ല ഇവിടുന്ന് താപ്പോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ അവൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് 5 മണിക്കൂർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 5 മണിക്കൂർ ഓപ്പറേഷൻ. എക്സ്റേ എടുത്തപ്പോ എന്തുവാ കുടലും പണ്ടും എല്ലാം ചകിരിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പിന്നെ അവിടുന്ന് സാധനമെല്ലാം വലിച്ച് വെളിയിലിട്ടു. സർവ്വ നേഴ്സുമാരെയും വിളിച്ചു വരുത്തിയിട്ട് ഓരോന്നാരും വലിച്ചിളക്കി കളഞ്ഞിട്ടാണ് പിന്നെ അത് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടത് അവനെ. അപ്പൊ ഡോക്ടർമാർ പറയുന്നത് എല്ലാം വിശ്വസിക്കണമോ? എല്ലാം വിശ്വസിക്കാൻ പാടില്ല. അവന്റെ പേര് നാരകത്തര നാരായണൻ. അതാണ്. ക്ഷീണിച്ചു, അങ്ങ് വീട്ടിൽ പോയാലോ? നേരത്തെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതെന്താ? ഒരു 10 മിനിറ്റ് ലാഗ് ചെയ്തിട്ട് നമുക്ക് പോകാം. 10 മിനിറ്റ് കഴിഞ്ഞ് പോകുന്നത്? 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. ഞാനൊക്കെ ചെന്നിരുന്നാ മതി. നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലാഗാകും. അതാണ്. ഹലോ 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 ഹലോ. നീ എന്താണ് ഇപ്പൊ എന്നെ ഹലോ പറയുന്നത്? നീയല്ലേ ഹലോ പറഞ്ഞത്? ഞാനാണോ ഹലോ പറഞ്ഞത്? ഞാനല്ലേ ഹലോ പറഞ്ഞു. അതെ, എന്നെ കൂടെ കളിക്കാൻ കൂട്ടുവോ? ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ഇങ്ങോട്ട് വരൂ. സാധാരണ ഞങ്ങള് പെൺപിള്ളാരെ ഉൾപ്പെടുത്തി പാമപ്പ് ടൈമിലാ വന്നത്. പെൺകുട്ടികളെ ഉൾപ്പെടുത്തി ഞങ്ങള് കളിക്കാറില്ല. ആണോ? ആര് പറഞ്ഞു? ഈ ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അത് തീരുമാനം മാറ്റി. ന്യൂ അഡ്മിഷൻ പെൺകുട്ടികൾക്കുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പൊ എനിക്കും കളിക്കാം. എന്ത് പേര്? പേര് ഹെന്ന. ഹെന്നയോ? അതെ. അത് തലയിൽ തേക്കുന്നതല്ലേ? വീട് വീട് നമ്മുടെ ആ സ്റ്റോപ്പില്ലേ, അതിന്റെ അവിടുന്ന് ആ വളവ് തിരിഞ്ഞിങ്ങ് തിരിയുമ്പോ ഗിരിജ ചേച്ചിയുടെ വീടിന്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ മറ്റേ ശ്രീദേവിയുടെ വീടല്ലേ? ശ്രീദേവിയുടെ വീടിന്റെ ഒരു സൈഡിൽ കൂടെ ചെറിയൊരു പോക്കറ്റ് റോഡില്ലേ? അവിടെ ശ്രീവിദ്യയുടെ വീടിന്റെ വീടിന്റെ നേരെ പുറകു വശത്തെ സന്ധ്യയുടെ വീടിന്റെ സൈഡിൽ കാണുന്ന ഡയാനയുടെ എഴുത്തിലിന്റെ. അതെ അവിടെ കാണുന്നു. അതിന്റെ പുറകിലല്ലേ ചിന്നമ്മ ചേച്ചി? ചിന്നമ്മ ചേച്ചിയുടെ പുറകിൽ കാണുന്ന പച്ച പെയിന്റ് അടിച്ച വീട്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ സേതാമേനന്റെ ചായക്കടയല്ലേ? അതിപ്പോ അടച്ചു. എന്താ കളർ പെയിന്റ് ആയിരുന്നു വീട്? അവിടെ ഒരു ബുൾഷിറ്റ് ഗ്രീൻ പെയിന്റ് അടിച്ച വീടാണോ? ചാണാപ്പച്ച. ആ വീട് തന്നെ. പയറുപച്ചെന്നും പറയും. പഴുത്ത പ്ലാവലയുടെ കളർ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ബാക്ക്ഗ്രൗണ്ട് മൊത്തം നിങ്ങൾക്ക് അറിയാല്ലേ? എന്തായാലും പിന്നെ ഹെന്ന ഇന്ന് എന്റെ ടീമിൽ കളിച്ചോട്ടെ. ഞാനും ഒരു ടീം. വേണ്ട, ഞാനാണ് സീനിയർ. ഒരു പ്രസിഡന്റ് പറയുന്നത് ഒരു കാര്യം ചെയ്യും. നീ ഇന്നലെ വന്നതേ ഉള്ളൂ. നിന്നെ സസ്പെൻഡ് ചെയ്യാനും എനിക്ക് അധികാരമുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും കൊണ്ട് ഒരു തീരുമാനം എടുക്കും. ഞാനും കുട്ടിയും കൂടെ. ഇല്ല, ഞാൻ പ്രസിഡന്റ് തീരുമാനിക്കുന്നതാണ് ഇവിടെ മുഖ്യം. ഞാൻ പറയട്ടെ, ഒരു റൗണ്ട് എന്നോട് കളിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് നിങ്ങളോട് കളിക്കാം. അത് ശരിയാണ്. അതിനെന്നെ കുഴപ്പം? നല്ലത്. എന്നോട് കളിക്കട്ടെ. ആദ്യത്തെ ഓക്കെ അല്ലേ? സമാധാനിക്കുക. അവസരമുണ്ടല്ലോ. അപ്പോ ഹെന്ന നമ്മൾ രണ്ടും ഒരു ടീമാണ്. അവർ രണ്ടും ഒരു ടീം. ഇന്ന് ഡബിൾസ് കളിക്കാം. ഓരോ കളിക്ക് മുമ്പ് ഞാനൊന്ന് ഹഗ് ചെയ്യും. അയ്യോ, അതെന്തിനാ? അത് എന്താണ് ഒരു എനർജി ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്ക് മാച്ച് പിന്നെ ചെയ്യണ്ടേ? കെമിസ്ട്രി വർക്ക്. ഓരോ ഹഗ് കഴിയുമ്പോഴും നമ്മുടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കും. അത് വേണ്ട. അയ്യോ, അതെന്താ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്?
ദേ ഒരു കോള് വരുന്നേ. ഓ ശരി. അതെ, ചുമ്മാ ആക്രാന്തം കാണിക്കരുത്. അതല്ല ഞാൻ പറയട്ടെ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. പ്രസിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സൗകര്യം ഓക്കെ ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ വിളിക്കാം. എന്താ ഇപ്പൊ വിളിക്കാം. പറയുന്നതൊക്കെ രണ്ടുപേരും സസ്പെൻഡ് ചെയ്ത് കളയും ഞാൻ. അതെ, രമേനെ സുമേനെയും കൂടെ കളിപ്പിക്കുവോന്ന്. രമേനെ സുമേനെയും കൂടെ കളിപ്പിക്കാമല്ലോ. വിളിച്ചു പറയട്ടെ. അങ്ങനെ ഒരു പ്രശ്നവും ഇവിടില്ല. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? ഇവിടെ ഞാനാണ് പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യും, രമ്യയും സുമയും നമുക്ക് എടുക്കാം. ഹലോ, എന്നോട് ഓടിവാ ഓടിവാ ഓടിവാ. വാക്ക് മാറരുത്. ഒരു വാക്ക് മാറ്റമില്ല. നീ ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കായിരുന്നു. എന്താണ്? നല്ല മാച്ചായി. സുമ എനിക്ക്, രമ എനിക്ക്. ചേട്ടാ ചേട്ടാ, ഓ രമേശ് സുമയും വന്നു. രമേശ് സുമയോ? അവരെ വിളിക്കൂ. രമേശ് സുമയുടെ അയ്യോ, കൊണ്ടുവിടാൻ വന്നാണോ? ഇത് രമ, രമേശ് എന്റെ ഹസ്. ഇത് സുമ, സുമേഷ് എന്റെ ബ്രദർ. അതാ രമേശ് സുമേൻ. തുടങ്ങാം അപ്പൊ നമുക്ക്. പിന്നെ ചേട്ടാ, ഈ ചേട്ടനെ ഓരോ കളിക്കും അങ്ങനെയൊന്നുമില്ല. ഇല്ല 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 ഇല്ല. വേണ്ട, ഞാൻ ഇല്ലാത്തതായില്ല. ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ കെമിസ്ട്രി വർക്കൗട്ട് ആയ സ്ഥിതിക്ക് നമുക്കങ്ങ് കളി തുടങ്ങിയാലോ? കളി തുടങ്ങാൻ വരട്ടെ. ആ, കെമിസ്ട്രി വർക്കൗട്ടായി, പക്ഷെ ബാക്കിയൊന്നും വർക്കൗട്ട് ആവുമോ തോന്നുന്നു.